ശ്രീ ഹാരിസ് ബിരാൻ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് മുസ്ലിം ലീഗ്. ഹൈക്കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാനായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. കാരണം മറ്റു ഹർജികളും SIR-മായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിലുള്ളതുകൊണ്ട് എന്താണ് ലീഗിന്റെ ആവശ്യം? കൊണ്ട് നടത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. ഈ ഒരു മാസ കാലാവധി എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. കേരളത്തെ സംബന്ധിച്ച് ഒരു മാസം എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസർമാരും അതേപോലെ തന്നെ ബാക്കിയുള്ള സംവിധാനങ്ങളുമെല്ലാം അതിന്റെ തിരക്കിലാവുന്ന സമയത്താണ് ഇവര് സംസ്ഥാന സർക്കാരിന്റെ ഓഫീസർമാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ SIR നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഈ ഒരു ബൂത്ത് ലെവൽ ഓഫീസറിന്റെ ആത്മഹത്യ കണ്ടതാണ്. അതേപോലെ തന്നെ രാജസ്ഥാനിലും ഇന്നലെ ഒരു മരണം നടന്നിട്ടുണ്ട്, ആത്മഹത്യ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ BLO-മാരെ എത്രമാത്രം സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ട് ഇത് നടത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്, നടക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു മാസത്തെ കാലാവധിക്ക് ക്ഷണിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചോളം പ്രവാസി വോട്ടർമാരെന്ന് പറയുന്നത് നല്ലൊരു ശതമാനം പ്രവാസി വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. ഈ പ്രവാസി വോട്ടർമാർക്ക് ഈ ഓൺലൈനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനുശേഷം വെരിഫിക്കേഷന് വേണ്ടി, ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് BLO-മാര് വീട്ടിൽ വരുമ്പോൾ അവരില്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരുപാട് വോട്ടർമാർ ഇതിനകത്ത് പുറത്താകുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സംഗതി നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SIR നടത്തിയെന്ന് പറഞ്ഞാൽ 6 മാസം 1 കൊല്ലം കാലാവധിയിലാണ് നടത്തിയത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രവാസികൾക്കും പ്രശ്നമില്ല, നമ്മുടെ ഓഫീസർമാർക്കും പ്രശ്നമില്ല, BLO-മാർക്കും പ്രശ്നമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. അത് അതിൻ്റെതായിട്ടുള്ള സമയത്ത് നടക്കും. പക്ഷെ ഈ പറയുന്ന സമയ പരിധിക്കുള്ളിൽ നടത്തണം എന്ന് പറയുന്നുള്ള ദുഷ്ടലാക്കാണ് ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ കാര്യം വരെ അതിനകത്ത് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഒരു SIR കേരളത്തിൽ നിർത്തിവെക്കണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഈ ഹൈക്കോടതിയിൽ ഈ വിഷയം പരിഗണിച്ച സമയത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പകുതിയോളം പണി SIR-മായി ബന്ധപ്പെട്ടത് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതടക്കമുള്ള പകുതിയോളം 50% ഓഫ് പണി കഴിഞ്ഞു. ഇനി ഇപ്പോൾ അത് നിർത്തിവെക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യമാണ്. നിർത്തിവെച്ചില്ലെങ്കിലുള്ള പ്രതിസന്ധികളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ആളുകളുടെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് നമുക്ക് മനസ്സിലായി. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളുടെ കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി. ആ പ്രവാസികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഫിസിക്കലായിട്ട് ഇവിടെ എന്യൂമറേഷൻ ഫോം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഓരോരുത്തർ വീട്ടിലേക്ക് വരിക, BLO-മാര് വീട്ടിലേക്ക് വരുമ്പോൾ അവരില്ലെങ്കിൽ അവരുടെ വോട്ട് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ കണക്കിന് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോ BLO-മാരോട് നേരിട്ട് സംസാരിച്ചാൽ പോലും നമുക്കറിയാം, അവര് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് 10 മണിക്കാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അങ്ങനെ പണിയെടുത്തിട്ട് പോലും തീരാത്ത സാഹചര്യങ്ങളാണ് നാം ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.